രാഷ്ട്രീയമായി ഞാൻ പറഞ്ഞൊരു എല്ലാ വിഷയത്തെയും രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളൊരു പ്രവണതയുണ്ട്. അതിൽ നിങ്ങളും കക്ഷി ചേരുകയാണ്. മാധ്യമങ്ങൾക്കും ഒരു പങ്ക് അതിൽ ഇന്ന് ഉണ്ട്. ഞാൻ ചോദിച്ച ഇന്നിപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളിപ്പോൾ യഥാർത്ഥത്തിൽ ഈ ചർച്ചയ്ക്ക് എടുക്കേണ്ടത്, ഞാൻ പറയും, ഇന്ന് ചട്ടം 300 പ്രകാരം ഇന്ന് മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. നിങ്ങൾ ഇഷ്ടംപോലെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച്, ക്ഷേമ പെൻഷനെ സംബന്ധിച്ച്, DA കുടിശ്ശികയെ സംബന്ധിച്ച് ഒക്കെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള അത് ഏതെല്ലാം തരത്തിൽ ഇന്ന് വന്നിട്ടുള്ള വിഷയങ്ങളെല്ലാം സർക്കാർ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് കൊടുത്തു തീർക്കാനുള്ള കുടിശ്ശികയെ സംബന്ധിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കി മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ അത് പ്രസ്താവന നടത്തി. എല്ലാ അംഗങ്ങൾക്കും അത് കൊടുത്തു. കേരളത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് അത്. പക്ഷേ ഇന്ന് വാർത്തയേ അല്ല. ആര് പറഞ്ഞു വാർത്ത? മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ എന്ത് ചർച്ച ചെയ്യണം, 8 മണിക്ക് ചർച്ച ചെയ്യണം എന്നുള്ളത് മാധ്യമങ്ങൾക്ക് അല്ല, എന്ത് ചർച്ച ചെയ്യണം എന്നുള്ളത് സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടോ AKG സെന്ററുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടോ അല്ല നമ്മൾ ചെയ്യാറുള്ളത്. ഇവിടെ എഡിറ്റോറിയൽ മീറ്റ് ചേർന്നിട്ടാണ്. അതുകൊണ്ട് ക്ഷമിക്കണം, നമുക്കത് നിവൃത്തിയില്ല. മറ്റൊരു കാര്യം, സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം, സർക്കാരിന്റെയോ അല്ല മറ്റെന്തെങ്കിലും കാരണത്താൽ മുടങ്ങിക്കിടക്കുന്ന പെൻഷനുകൾ കൊടുക്കും എന്ന് മുഖ്യമന്ത്രി സഭയിൽ പറയുന്നത് അത് നമ്മൾ വൈകിട്ട് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് മനസ്സിലാവില്ല. അത് വാർത്ത കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ല, അത് ജനങ്ങളെ അറിയിക്കണ്ടേ? തീർച്ചയായും അറിയിച്ചിട്ടുണ്ട്. അത് അറിയിക്കണ്ടേ? ജനങ്ങളെ അറിയിക്കണം ആ തരത്തിൽ. കാരണം എത്രയോ നാൾ ഇപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും മറിയക്കുട്ടിയുടെ വിഷയം നിങ്ങൾ എത്രയോ ദിവസങ്ങൾ ചർച്ച ചെയ്തു. സ്വാഭാവികമായും ഞങ്ങൾ അതിന് കുറ്റപ്പെടുത്തിയില്ല. പക്ഷെ ഇതും കൂടെ കൊടുക്കേണ്ടതല്ലേ? അത് സർക്കാർ തന്നെ മുടക്കം വരുത്തിയ പെൻഷൻ സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചെന്ന് മുഖ്യമന്ത്രി വാർത്ത ചെയ്തിട്ടുണ്ട്. അല്ല, ഇപ്പോൾ ഒരു ചാനൽ ഒരു ചാനല് എം എ ബേബിയുടെ ഒരു ലേഖനത്തെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയതായിട്ട് പറഞ്ഞ് വാർത്ത കൊടുത്തു. അദ്ദേഹം എഴുതിയെന്ന് പറഞ്ഞിട്ടാണ് വാർത്ത കൊടുത്തത്. പക്ഷേ എന്നിട്ട് പിന്നീട് അത് മാപ്പ് പറഞ്ഞു, തെറ്റ് പറ്റിപ്പോയി, അത് ബാലകൃഷ്ണൻ എന്നയാൾ എഴുതിയതാണ്. അത് ഞാൻ പറഞ്ഞ മറ്റൊരാൾ എഴുതിയത് എടുത്ത് എം എ ബേബിയുടേതായിട്ട് അതൊക്കെ ഇന്നത്തെ നമ്മളെ വളരെ ബോധപൂർവം ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് പറയുന്നത് നുണപ്രചാരണം നടക്കുകയാണ് സർക്കാരിനെതിരെ. ഇന്ന് പ്രതിപക്ഷ നേതാവും KK രമയും സഭയിൽ ഉന്നയിച്ച 3 സംഭവങ്ങൾ. ഒന്ന് കുസാറ്റിലുണ്ടായ സംഭവം, മറ്റൊന്ന് പൂച്ചാക്കലിലെ സംഭവം, മറ്റൊന്ന് കാലടി സർവകലാശാലയുടെ സംഭവം. ഇതും ഈ നുണപ്രചാരണത്തിൽ പെട്ടതാണോ? ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്നാണോ സർക്കാരിന്റെ നിലപാട്?